ഇവിടെ സാധാരണക്കാരുടെ കാര്യം മാത്രമല്ല അവതാളത്തിൽ, വിദ്യാർത്ഥികളുടെ യുവാക്കളുടെയും കാര്യം മാത്രമല്ല, ഇവിടെ ദൈവങ്ങളുടെ കാര്യം അവതാളത്തിലാണ്. റാമിനെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ അയോധ്യയിൽ നിന്നും ബദ്രീനാഥിൽ നിന്നും മധുരയിൽ നിന്നും ഒക്കെ വരുന്ന, ഉജ്ജയിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ സംഘടിതമായിട്ടുള്ള കൊള്ള ഈ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. സബാഷ് ജോൺ ബ്രിട്ടാസെ, സബാഷ്. ഇപ്പോൾ ഡീലിങ്സ് മുഴുവൻ ദേശീയ വിഷയങ്ങളിലാണല്ലോ. കൈരളി ന്യൂസ് ഫീഡിൽ ഒരു പ്രസ്താവന കണ്ടു. അയോധ്യയിൽ സംഘപരിവാർ കൊള്ള നടക്കുന്നെന്ന്. അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിനെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന്. ഈ ക്ഷേത്ര ട്രസ്റ്റ് മാത്രം മതിയോ ജോൺ ബ്രിട്ടാസെ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ? അത് തീരെ കുറഞ്ഞു പോയില്ലേ? ഇതര മത ആരാധനാലയങ്ങളിൽ, ഹുണ്ടികകളിലും കാണിക്കപ്പെട്ടുകളിലും ഒക്കെ എത്രയെന്നും കൃത്യമായി അറിയാൻ പറ്റിയത്? പിന്നെ ക്രൈസ്തവ ഇസ്ലാമിക സംഘടന വിളിക്കുന്ന യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചോ? ഇല്ല. നിങ്ങൾ ഈ ഗദ്ഗതവും വിഷമവും ഒക്കെ